10 മിനിറ്റിന് ഇളയ കൂടപ്പിറപ്പിനെ പഠിപ്പിച്ച് ഡോക്ടറാക്കിയ ഗ്രേറ്റ് ചേച്ചി. ഐ അപ്രീഷിയേറ്റ് യു. ഇറ്റ്സ് റിയലി ഗ്രേറ്റ്. MD നമുക്ക് പതുക്കെ ചെയ്യാം. തൽക്കാലം കക്ഷി ഇവിടെ ജോയിൻ ചെയ്യട്ടെ. എനിക്കൊരു ജൂനിയർ ആവശ്യമുണ്ട്. നോക്കട്ടെ, അത്ര മോശമല്ലാത്തൊരു സാലറി കൊടുക്കാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യാം. വലിയ ഉപകാരമാവും. ഉപകാരം ഇയാൾക്കുണ്ടാവണം. വീട്ടിലെ പ്രോബ്ലംസ് ഷെയർ ചെയ്യാൻ ഒരാളുകൂടി ആയാൽ വലിയ ഹെൽപ്പല്ലേ? ഞാൻ അവളോട് സാറിനെ വന്ന് കാണാൻ പറയാം. യെസ്. മീൻ ടൈം ഞാൻ മാനേജ്മെന്റുമായി സംസാരിക്കുകയും ചെയ്യാം. ദാറ്റ്സ് എ ഫോർമൽ ടോക്ക്. എന്നാ ഞാൻ യെസ്. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. എങ്ങനെ നടക്കുന്നു ഹോസ്പിറ്റൽ എന്ന് പരിശോധിക്കാൻ വന്നതാണോ മുതലാളിയമ്മ? കളിയാക്കണ്ട സർ. മേനോൻ സർ വന്ന ശേഷം അങ്ങനെ ഒരു പരിശോധനയ്ക്ക് വരേണ്ട കാര്യം ഉണ്ടായിട്ടില്ലല്ലോ. ഞാനിപ്പോ രോഗിയായിട്ട് വന്നതാ. ആ എന്താ കുട്ടി? സാറിനെ കാണാൻ വന്നതാ. ഇറങ്ങട്ടെ. ഈ കുട്ടി അറിയാം? ഒരു റൂറൽ മെഡിക്കൽ ക്യാമ്പ് ഉണ്ടായിരുന്നു 1 year ബാക്ക്. നഴ്സിംഗ് പ്രൊഫഷനിൽ ഇത്ര സിൻസിയർ ആയ കുട്ടികളെ വളരെ റെയറായിട്ട് കാണാൻ കിട്ടും. അതിനീ കുട്ടി നഴ്സാ? നഴ്സിന്റെ ജോലി ചെയ്തുകൊണ്ട് ഇവളുടെ സിസ്റ്ററിനെ പഠിപ്പിച്ച് ഡോക്ടറാക്കി. സിസ്റ്റർ എന്ന് പറയുമ്പോ ഇവളുടെ ട്വിൻ സിസ്റ്റർ, ഇരട്ട കുട്ടികളാ. MBBS കാരി ജസ്റ്റ് കോഴ്സ് കഴിഞ്ഞതേ ഉള്ളൂ. അവളെ നമ്മൾ ഇങ്ങോട്ട് വിളിക്കുക. പുതിയ അപ്പോയിന്റ്മെന്റ് നടത്തുന്നതിന് മുമ്പ് ബോസിനെ അറിയിക്കണമല്ലോ. ആ ജോലിയും കഴിഞ്ഞു. ഓ, അതറിഞ്ഞല്ല. ഇരട്ട കുട്ടികൾ, ഒരാൾ നഴ്സും മറ്റേയാൾ ഡോക്ടറും. യെസ്, ലുക്ക് അലൈക്ക് സിസ്റ്റേഴ്സ്. എന്താ ഇവിടെ? അല്ല, എപ്പ വന്നു? ഹൈ, എന്തിനാ വന്നേ? അയ്യോ, എങ്ങനെ വന്നു? ഓട്ടോയില്. ഓല്ലേ, നന്നായി. ഈ ഓട്ടോ ഉണ്ടല്ലോ, ഓട്ടോ വളരെ ബെസ്റ്റാണ്. കാണുന്ന പ്രതീക്ഷിച്ചിരുന്നു, പക്ഷെ കാണുന്ന ഇവിടെ പ്രതീക്ഷിച്ചില്ല. ഊവാണ്. ഇരിക്കൂ, ഇരിക്കൂ. എനിക്കങ്ങനെയൊന്നുമില്ല. ഇരിക്കുന്ന ഞാനങ്ങട്. ചേച്ചി, ചേച്ചി മുതലാളി വന്നോ? ആരാ? എന്താടാ വിളിക്കണേ? എന്തു പറ്റി ഇവന്? ഡാ കൃഷ്ണ, ഒരാള് 2 പേരെ പോലെ ഇരിക്കണു. മനുഷ്യനെ ഭ്രാന്താക്കിട്ട് ഇങ്ങനെ കൊലച്ചിരിച്ചിരിക്കില്ല എന്റെ ദേവുട്ടി. ചിരിക്കാതെ പിന്നെ. ഡോക്ടർ മേനോൻ പറഞ്ഞപ്പോഴല്ലേ എനിക്ക് ഇതിന്റെ കാര്യം മനസ്സിലാവണത്. അത് നിന്നെ ഒന്ന് കാണിച്ച് നീ ഇങ്ങനെ ബ്ലിങ്കസ്യാന്ന് ആവണത് കാണാനാ ഞാനിരുന്നേ. ദൈവ ഫോൺ ഇടുന്നേ. മേത്തയുടെ ഫോണായിട്ട് വന്ന തന്നെ ഞാൻ ഈ ഫോൺ എറിഞ്ഞ് കൊല്ലും ഞാൻ. മേത്തയായിട്ട് നമുക്ക് ഇനി ഒരു ബിസിനസ്സും വേണ്ട. വാക്കെടുത്ത് ഇംഗ്ലീഷ് പറയുള്ളൂ, വൃത്തിയിട്ടവൻ. ശരി, ഇതിൽ നീ ആരെയാ കെട്ടാൻ പോണേ? എന്റെ കയ്യിൽ നിന്ന് പോയി മോളെ. ഇതിലൊന്ന് തൊടു. എന്തിനാ? തൊടു കുട്ടി. കൃഷ്ണ, എന്താ? നിന്നെയല്ല, ഒറിജിനലിനെയാ. ആ തമ്പി സാർ, ഞാൻ വിചാരിച്ചു ബോംബെന്ന് മേത്തായിരിക്കും. വരണം വരണം. തെച്ചിക്കാട്ട് അച്യുതൻകുട്ടി സാർ. എന്താ അയ്യാടെ മുഖയിങ്ങനെ? കുഴപ്പത്തിനൊന്നും അല്ല, ഒരു നല്ല കാര്യം പറയാനാ വിളിപ്പിച്ചത്. മോഹം ഇങ്ങനെ ആയത് ആ നല്ല കാര്യത്തിന്റെ സൂചന കിട്ടി. കേട്ട ഷോക്ക് ഇതുവരെ മാറിയിട്ടില്ല. പറഞ്ഞോ? ചെറുതായിട്ട്. കൊല്ലൂന്ന് പറഞ്ഞാലും വണ്ടിയിലോട്ട് കയറത്തില്ല. പിന്നെ അങ്ങ് പറഞ്ഞു. സത്യമാണോ തമ്പി സാർ? ഞങ്ങളുടെ പക്ഷത്തുനിന്നൊരു പ്രപ്പോസൽ. ഇനി പറയേണ്ടത് നിങ്ങളാണ്. കൂടുതൽ എന്ത് പറയാൻ? എപ്പോ ഇവിടെ വെച്ച് നടത്തണമെന്ന് പറ. പിന്നെ സ്ത്രീധനമായിട്ട് ഒരു ചില്ലി പ്രതീക്ഷിക്കണ്ട. അതെന്റെ ഒരു പോളിസിയാണ്. തന്റെ ഒപ്പീനിയൻ അല്ല ചോദിച്ചത്, കുട്ടിയുടെ മനസ്സെന്താണെന്ന് അറിയാം. MBBS കഴിച്ച ഒരു പെൺകുട്ടിക്ക് അവളുടേതായ അഭിപ്രായം ഉണ്ടാവില്ലോ. അതറിഞ്ഞിട്ട് താൻ എന്നെ വന്ന് കാണും. പൊയ്ക്കോ. അല്ലറ ചില്ലറ ധാരണാപേശകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും കൃഷ്ണകുമാറും ഞാനുമായുള്ള ഒരു ബന്ധമാണല്ലോ ഇപ്പൊ ഒരു പെണ്ണിന്റെ തലവര മാറ്റിയത്. അച്യുതൻകുട്ടിയുടെ കോണ്ടാക്ട്സിന്റെ ബന്ധങ്ങളുടെ ഫലം തന്നെയായത്. ആ നന്ദി ഉണ്ടാവണം. എന്ന് വെച്ചാ
ഇവന് ലക്ഷങ്ങൾ കൊണ്ടക്കൊടുത്തത് കാട്ടണമെന്നല്ല. എനിക്കാരുടെയും 10 പൈസ വേണ്ട. അങ്ങനെ കോടീശ്വരന്റെ അളിയനായ കച്ച കെട്ടി ഇറങ്ങിയിട്ടില്ല ഞാൻ. അല്ലടോ, ആ ഭദ്രക്കല്ലേ ആലോചന വന്നത്? ഓ എവരുടെ തലയിൽ എന്താ ഭാമ? അവളെയാ ചോദിച്ചേ, അല്ലാതെ ഹെൽത്ത് സെന്ററിലെ നഴ്സിനെ കെട്ടാൻ കോടീശ്വരൻ വന്നു എന്നാ വിചാരിച്ചേ? ഇത് അവളുടെ പഠിപ്പിന് 4 ലക്ഷം രൂപ ഡിഗ്രിക്കും കിട്ടിയതാ, MBBS. ആ പഠിപ്പ് ഒരുത്തി നീ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, കണ്ടവന്റെ പുണ്ണും പഴുപ്പും തോണ്ടി ഉണ്ടാക്കി കൊണ്ടുവന്ന കാശിന്റെ മേലുണ്ടായ പഠിപ്പാ. ഇവിടെ ത്യാഗത്തിന് അവാർഡ് കൊടുക്കണ കാര്യമല്ല, ഒരു പെണ്ണന്വേഷണ നടന്നത്. ഉത്തരം പറയണവരുടെ അടുക്കല്. അവക്ക് ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റണത് എന്നാവോ? അമ്മേ, എന്തിനാ എന്റെ കാര്യം ഇതിന്റെ ഇടയിൽ വലിച്ചഴിക്കണേ? നമുക്ക് സമ്മതാണെന്ന് പറഞ്ഞോളൂ ഏട്ടാ. അവളെവിടെ? അവളുടെ സമ്മതം തന്നെയാ ഞാൻ പറഞ്ഞേ. ഭാമേ, ഇതിപ്പോ എനിക്കായിരുന്നില്ല വേണ്ടത്. നീ ഇനിയെങ്കിലും ഒന്ന് സെറ്റിൽഡായി കാണാൻ എനിക്ക് ശരിക്കും ആഗ്രഹമുണ്ട്. ഞാൻ ജാട പറയുന്നൊന്നല്ല. അല്പം ജാട തന്നെയാ. നിന്നെ പോലൊരു മടിച്ചിക്കോതയ്ക്ക് ഒരു കണക്കിന് ഇത് തന്നെയാ നല്ലത്. കൊച്ചു മുതലാളിയുടെ വേളിയായിട്ട് അങ്ങനെ സുഖിച്ചു വാഴാലോ. ഞാൻ കണ്ടടി, സംഗതി കേട്ടപ്പോ പെണ്ണിന്റെ മുഖത്തെ പ്രകാശം. അയ്യടാ, എന്ത് പ്രകാശം? വേണ്ട വേണ്ട. എന്റെ കൃഷ്ണ, നീ ഇപ്പൊ എന്താ ഇങ്ങനെ പറയണേ? ചേച്ചി, ഞാൻ മുമ്പ് വേറെ രീതിയിൽ പറഞ്ഞിട്ടില്ലല്ലോ. ഓ, നീ എന്റെ വിരലിൽ തൊട്ടതോ? വിരലിൽ പേരെഴുതി വെച്ചിരുന്നു 2 കുട്ടികളുടെയും. MBBS കാരിയായി കുട്ടിയാണ്, വീട്ടുകാരുടെയും അവളുടെയും സമ്മതവും കിട്ടി. അല്ല, എന്താ ഇപ്പൊ ഈ കുട്ടികൾക്ക് വേറൊരു വ്യത്യാസം? കൊണ്ട് ചേച്ചി, രണ്ടും 2 പേര് തന്നെയാണ്. ഒരാൾ നല്ലത്, മറ്റാൾ ചീത്ത എന്നല്ല ഞാൻ പറഞ്ഞത്. ഈ ഉമ്മർത്ത് വന്ന് ആരാണ് ചേച്ചിയുടെ കാൽക്കൽ വീണ് എന്റെ കുടുംബത്തിനെ വഴിയാധാരമാക്കരുതെന്ന് പറഞ്ഞ് അയച്ചത്? ആരാണ് എണ്ണിപ്പെറുക്കി കിട്ടുന്ന ശമ്പളം കൊണ്ടൊരു വീട് നോക്കിയത്? ആരാ തന്റെ കൂടപ്പിറപ്പിനെ പഠിപ്പിച്ച് അവൾക്ക് പേരുള്ളൊരു തൊഴിലുണ്ടാക്കി കൊടുത്തത്? അവളുടെ വലിയ മനസ്സിനെ. ഞാൻ അതിനെയാണ് സ്നേഹിക്കുന്നത്. അവൾക്ക് മറ്റാരേക്കാളും കൂടുതൽ എന്റെ ചേച്ചിയെ സ്നേഹിക്കാൻ കഴിയൂ, എന്നെ സ്നേഹിക്കാൻ കഴിയൂ. പിന്നെ അവക്കല്ലേ ഒരു ജീവിതം കിട്ടേണ്ടത്. വെണ്ടർ ശിവൻപിള്ളയുടെ മകൻ അറിഞ്ഞോ അറിയാതെയോ ചെയ്തിട്ടുള്ള എല്ലാ പാപങ്ങൾക്കും മാപ്പും കിട്ടും ഈ ഒരു സൽക്കർമ്മം കൊണ്ട്. എനിക്ക് അവളെ മതി ദേവു. ഭദ്രേ, നീ പറയണത് എന്തോ അതിലടെ എനിക്ക് ശരി. ഭദ്രയെങ്കിൽ ഭദ്ര, ഭാമയെങ്കിൽ ഭാമ. അല്ല, ഭദ്രയെങ്കിൽ ഭദ്ര, ഭദ്രയെങ്കിൽ ഭദ്ര. അതെന്ത് വർത്താനാടോ അവര് പറയുന്നേ? ഡോക്ടറെ മതി എന്നല്ലേ ആദ്യം പറഞ്ഞത്? അവര് പറയുന്നത് എന്തായാലും യെസ് പറയാന്നല്ലാണ്ട് നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റുമോ? രണ്ടിലേതായാലും നമുക്കെന്താ, നടന്നു കിട്ടിയാ മതി. ഈ കല്യാണാലോചന പുറത്തറിഞ്ഞ ശേഷം എന്താ ഓരോരുത്തരുടെ സ്വീകരണം അറിയോ വല്യമ്മാവന്? അത് കരക്ക്. ആ ഗോപാലിനൊക്കെ മറന്നു പോയിരുന്നു തമ്പുരാനുള്ള വിളി. ഇപ്പൊ ശരിയായി പോയി. അമ്മേ, ഞാൻ അതിന് തയ്യാറല്ല. ഭാമ സ്വപ്നം കാണാൻ തുടങ്ങിയ ഒരു ജീവിതം ഇപ്പൊ എന്റെ നേർക്ക് വെച്ച് നീട്ടിയ എനിക്ക് വയ്യമ്മേ അത് സ്വീകരിക്കാൻ. പക്ഷെ മോളെ, ആ പയ്യൻ നിന്നെ ഉദ്ദേശിച്ചിട്ട് മാത്ര ഈ ആലോചന നടത്തിയെന്നല്ലേ പറഞ്ഞേ? ഒരബദ്ധത്തിൽ ഭാമയാണെന്ന് എല്ലാരും കരുതി, അത്രേ ഉള്ളൂ. ഞാൻ തർക്കത്തിനൊന്നുമില്ല. അച്ചോടനോട് അമ്മാനെ പറഞ്ഞേക്കൂ, എനിക്ക് പറ്റില്ലാന്ന്. എന്താടി? അവൾക്ക് സമ്മതമല്ലാന്ന്. അയ്യടാ, അത് അവള് വെറുതെ കളി പറയണല്ലേ. എടി, നിന്നെ കുറിച്ച് ശരിക്കും മനസ്സിലാക്കിയിട്ടാണ് അയാൾ പ്രപ്പോസൽ വെച്ചത്. നിന്നെ ഇഷ്ടപ്പെട്ടിട്ട്. അയാൾക്ക് നിന്നെ പോലെ നല്ല മനസ്സുള്ളൊരു കുട്ടിയാണ് വേണ്ടത്. ഭാമേ, ഇനി ഈ വിഷയം വെറുതെ പറഞ്ഞു നീട്ടണ്ട. ഞാനില്ല, എന്നെ വിട്ടേക്ക് എല്ലാരും. എന്താ കഥ കൃഷ്ണ? നമുക്ക് റെഡിയാക്കി എടുക്കാന്നേ ഞാനല്ലേ പറയണേ.